സ്റ്റുഡൻസ്, മറ്റന്നാൾ ഓണപരീക്ഷയ്ക്ക് വരുന്ന 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പരീക്ഷയ്ക്ക് ഉറപ്പായി വരും. 3 ചോദ്യങ്ങളാണ് പറയുന്നത്. ഇതിൽ 2 എണ്ണം വരും. ആദ്യം പറയുന്നത് പരീക്ഷയ്ക്ക് അത് തന്നെയാണ് വരിക. 2ഉം 3ഉം ചോദ്യങ്ങളിൽ ഒരെണ്ണം വരും. ഉറപ്പായ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരിക്കും: ഒരു ത്രികോണം വരയ്ക്കണം. അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം തരും. ഒരു ത്രികോണം വരയ്ക്കാൻ പറയും. ചിലപ്പോൾ അതിൻ്റെ 3 കോണുകൾ തരും, അല്ലെങ്കിൽ 2 കോണുകൾ തരും. പരിവൃത്തത്തിൻ്റെ ആരവും തരും. 3.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനകത്ത് ഒരു കോൺ 50 ഡിഗ്രിയും ഒരു കോൺ 110 ഡിഗ്രിയുമുള്ള ഒരു ത്രികോണം വരയ്ക്കണം. 3 ശീർഷങ്ങളും 3 വെർട്ടിസസും ട്രയാങ്കിളിൽ തന്നെയാവണം, സർക്കിളിൽ തന്നെയാവണം. എങ്ങനെയാണ് ചെയ്യുക നോക്കുക. ആദ്യം തന്നിരിക്കുന്ന ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. 3.5 സെന്റിമീറ്റർ ആണ് പരിവൃത്ത ആരം. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ കേന്ദ്രം O അടയാളപ്പെടുത്തുക. ഒരു ആരം ആയി A അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് തന്നിരിക്കുന്ന കോണുകൾ 50ഉം 110ഉം ആണ്. 50 എന്നും 110 എന്നും എഴുതുക. ഒരു ത്രികോണം ആകുന്നത് കൊണ്ട് മൂന്നാമത്തെ കോണ് 50ഉം 110ഉം 160 ആയി. ഇനി അടുത്ത കോൺ 20 ആണ്. ഈ 3 കോണും എഴുതിയതിനു ശേഷം അതിൻ്റെ ഇരട്ടി 20നോട് 20 കൂട്ടുക. 40. 50നോട് 50 കൂട്ടുക. 100. 110നോട് 110 കൂട്ടുക. 220. അതായത് തന്നിരിക്കുന്ന കോണുകളുടെ ഇരട്ടി ഡിഗ്രി എഴുതുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഡിഗ്രി 40, 100, 120, 220. ഇങ്ങനെ നമ്മൾ എഴുതുന്ന കോണിൽ ഏറ്റവും ചെറിയ കോൺ 2 എണ്ണം വരയ്ക്കുക. ഏറ്റവും ചെറിയ കോൺ 40, 100, 220. ചെറിയ കോണുകൾ 40ഉം 100ഉം ആയതുകൊണ്ട് ഇവിടെ 40 ഡിഗ്രിയുള്ള ഒരു കോൺ വരയ്ക്കുക. 40 ഡിഗ്രി എന്ന് ഇവിടെ എഴുതി വെക്കുക. ഇതിന് ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് OBയിൽ പ്രൊട്ടാക്ടർ വെച്ച്, ഇവിടെ അല്ല വെക്കേണ്ടത്, ഇവിടെ പ്രൊട്ടാക്ടർ വെച്ച് 100 ഡിഗ്രി അളക്കുക. അതിന് സി എന്ന് പേര് കൊടുക്കുക. ഉത്തരം ആയി കഴിഞ്ഞു. ഇത് സി ആണ്. അടുത്ത കോണാണ്, അതിന് 100. ഇപ്പോൾ നമ്മൾ 40ഉം വരയ്ക്കണം, 100ഉം വരയ്ക്കണം. ഉത്തരത്തിന്റെ ഭാഗങ്ങളായി. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് എയും ബിയും സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. ബിയും സിയും സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. എയും സിയും സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ABC ആണ് അവർ ആവശ്യപ്പെട്ട ത്രികോണം. ഒന്ന് പതുക്കെ ഷെയ്ഡ് ചെയ്ത്, വര കൊണ്ടേ ഷെയ്ഡ് ചെയ്യാവുള്ളൂ, പെൻസിൽ കൊണ്ട് അല്ലാതെ ഷെയ്ഡ് ചെയ്യരുത്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കോൺ എയും ബിയും സിയും എഴുതേണ്ടതുണ്ട്. ഇവിടെ നോക്കുക. ഇവിടെ 40 ആണ്. അതുകൊണ്ട് ഇത് 80 ആണ്. ഇവിടെ 40 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. ഇവിടെ 40 ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ചാപം കേന്ദ്രത്തിൽ 40 ഉണ്ടാക്കിയാൽ അതേ ചാപം വൃത്തത്തിൽ അതിന്റെ പകുതി ഉണ്ടാകും. 20 ഡിഗ്രി എന്ന കോണ് കിട്ടി. BC എന്ന ചാപം കേന്ദ്രത്തിൽ 100 ഉണ്ടാക്കി. കേന്ദ്രത്തിൽ 100 ഉണ്ടാക്കുമ്പോൾ അത് വൃത്തത്തിൽ 50 ഉണ്ടാക്കും. ഒരു കോൺ 20 ഡിഗ്രിയാണ്, ഒരു കോൺ 50 ഡിഗ്രിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി 20ഉം 50ഉം 70. 70 കഴിച്ചാൽ എത്ര ബാക്കിയുണ്ട്? 110. അപ്പോൾ 20ഉം 110ഉം ഉള്ള ത്രികോണം 3.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെ അകത്ത് നമ്മൾ വരച്ചു തീർത്തു. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. പരിവൃത്തത്തിന്റെ ആരം തരും, 2 കോണും തരും. എന്നിട്ട് ചെയ്യാൻ പറയും.
നല്ലോണം ഇത് ചെയ്ത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഡിയർ സ്റ്റുഡൻസ്, രണ്ടാമത്തെ ചോദ്യം, 30 സെന്റിമീറ്റർ സ്ക്വയർ ചതുരശ്ര സെന്റിമീറ്റർ ഏരിയ പരപ്പളവുള്ള ഒരു സമചതുരം സ്ക്വയർ നിർമ്മിക്കാൻ പറയും. അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ച് അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാൻ പറയും. നീളവും വീതിയും തന്നെങ്കിൽ നമുക്ക് നീളവും വീതിയും എടുക്കാം. അതിന്റെ പരപ്പളവാണ് തന്നതെങ്കിൽ 6 × 5 30 അല്ലേ? അങ്ങനെ തന്നെയാണ് അവർ തരിക. ഇങ്ങനെ തന്നെങ്കിൽ ചോദ്യം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ 20 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ അവർ പറഞ്ഞാൽ അതിന്റെ നീളവും വീതിയും നമുക്ക് സ്വയം കണ്ടെത്താം. 5 × 4. അപ്പോൾ അവര് പരപ്പളവാണ് തന്നതെങ്കിൽ നീളവും വീതിയും നമ്മൾ ഉണ്ടാക്കണം. നീളവും വീതിയും അവർ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ചതുരം വരച്ച് അതിനെ സമചതുരമാക്കി മാറ്റണം. ഓക്കെ, എങ്ങനെയാണ് ഒരു ചതുരത്തിനെ സമചതുരമാക്കുന്നത് എന്ന് നോക്കാം. 6 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം നിങ്ങൾ നിർമ്മിക്കുക. നോക്കേണ്ടത് ഈ കോൺ 90 ഡിഗ്രി തന്നെ ആയിരിക്കണം കേട്ടോ. ഇത് 90 ഡിഗ്രി തന്നെ ആയിരിക്കണം. പ്രൊട്ടക്ടർ വെച്ച് തന്നെ നോക്കുക, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുക. വീതി, നീളം 6, വീതി 5. ഇനി നീളം 6 ആണ്, വീതി 5 ആണ്. ഈ 5 സെന്റിമീറ്റർ ഇവിടെ നീട്ടി വരയ്ക്കുക. അപ്പോൾ മൊത്തം ഇത് എത്രയായിട്ടുണ്ടാകും? 10. 6ഉം 5ഉം 11 ആയിട്ടുണ്ടാകും. ഇവിടെയും കോമ്പസ് കുത്തി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കുക. ഇവിടെയും കുത്തി ലംബ സമഭാജി വരച്ച് സമഭാജികൾ കൂട്ടി മുട്ടുന്ന ബിന്ദുവിനെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ബിന്ദു കിട്ടും. ഇത് ശരിയാണോ എന്നറിയാൻ കോമ്പസ് കുത്തി ഇങ്ങോട്ടുമുള്ള അകലം തുല്യമാണോ എന്ന് നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ കണക്ക് അതുവരെയുള്ളത് തെറ്റാണ്, മാറ്റി വരയ്ക്കുക. ഇവിടെ കുത്തി ഇവിടേക്കുള്ള അകലം എടുത്ത് ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം ഈ ബിന്ദുവിലൂടെയും കടന്നു പോകും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വൃത്തം കിട്ടും. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം കോമ്പസിൽ എടുക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം സമചതുരത്തിന്റെ ഒരു വശമാണ്. അപ്പോൾ ആ ദൂരം കോമ്പസിൽ എടുത്ത് കുത്തുക. സ്കെയിൽ വെച്ച് നീട്ടുക, കോമ്പസിൽ എടുത്ത് കുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്. അതേ കോമ്പസ് കളയാൻ പാടില്ല. അതേ അകലം ഇവിടുന്ന് ഇവിടം വരെ ഉള്ള അകലം കോമ്പസിൽ എടുക്കുക. ആ കോമ്പസ് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഇതിനേക്കാൾ അല്പം നമ്മൾ നേരത്തെ വരച്ച 5നേക്കാൾ കുറച്ച് വിട്ടിട്ടാണ് കിട്ടുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള അകലം ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. കോമ്പസ് മാറ്റരുത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം ഇവിടെ എടുക്കുക. ഓർക്കേണ്ടത് ഈ അകലവും തുല്യമായിരിക്കണം. കോമ്പസ് കയ്യിൽ നിന്ന് എടുക്കരുത്. അതേ കോമ്പസ് വെച്ച് ഇവിടെ ആർക്ക് വരയ്ക്കുക. അതേ കോമ്പസ് വെച്ച് ഇവിടെ ആർക്ക് വരയ്ക്കുക. ഇത് വരച്ചു കഴിയുമ്പോൾ നോക്കണം, ഈ വശവും തുല്യം. ഇത് ഞാൻ വരച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് നീളം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. റഫാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് 4 വശവും തുല്യമായി കിട്ടും. ഓക്കെ, നിങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കും. ഇപ്പോൾ കുറച്ച് നീട്ടം കൂടുതലുള്ളതായിട്ട് തോന്നാം നിങ്ങൾക്ക്. ഓക്കെ, ശരിയാക്കി വരയ്ക്കണം. ഇത് സമചതുരത്തിനെ ചതുരമാക്കുന്നതാണ്. ഇതാണ് എളുപ്പം. പരീക്ഷയ്ക്ക് ഇതാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ചതുരം വരച്ച് അതിനെ സമചതുരം ആക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. ചതുരത്തിനെ 6:5 ചതുരത്തിനെ സമചതുരമാക്കാനാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത്
ഒരു ചതുരത്തിനെ നീളം കൂടിയ ചതുരമാക്കാനാണ്. അല്പം കൂടി ബുദ്ധിമുട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് വന്നുകൂടാ എന്നില്ല. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് നോക്കുക, 6:5 ഒരു ചതുരം വരച്ച്, ഒരു റെക്റ്റാങ്കിൾ വരച്ച് നീളം 2 സെന്റിമീറ്റർ കൂടിയ റെക്റ്റാങ്കിൾ ആക്കണം, ചതുരമാക്കണം. അപ്പോൾ 6:5 ചതുരം വരയ്ക്കണം, നീളം 2 സെന്റിമീറ്റർ കൂട്ടണം, അതായത് 8 സെന്റിമീറ്റർ ആക്കണം. പരപ്പളവിൽ മാറ്റം ഉണ്ടാവരുത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6:5 ഒരു ചതുരം ഉണ്ടാക്കുന്നു. 6:5 ഇവിടുന്ന് ഇവിടം വരെ 5 ആണ്. ആ 5 ഇങ്ങോട്ട് നീട്ടുക. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 6 ഉണ്ട്, ഒരു 5 നീട്ടി. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ളത്, ഇവിടുന്ന് ഇവിടം വരെയുള്ള 5 നമ്മൾ ഇങ്ങോട്ട് നീട്ടി. ഇനി നമുക്ക് വേണ്ട ചതുരത്തിന് 8 സെന്റിമീറ്റർ നീളം വേണമല്ലോ. 6ഉം 2ഉം ആ 8 ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഓർക്കണം, ഒരു പോയിന്റ് ഇതാണ്, ഒരു പോയിന്റ് ഇതാണ്. ഇപ്പോൾ നീട്ടിയ 8 ഇതാണ്. ഇനി വേണമെങ്കിൽ ഇവിടെ നിന്ന് വെറുതെ കുത്തിട്ടൊരു ത്രികോണം ഉണ്ടാക്കുക. ഈ ത്രികോണത്തിന് ഒരു പരിവൃത്തം വരയ്ക്കുക. അപ്പോൾ പരിവൃത്തം ഇതിലേ കൂടി കടന്നു പോകും, ഇതിലേ കൂടി കടന്നു പോകും. ഇങ്ങനെ നമുക്കൊരു പരിവൃത്തം കിട്ടും. ഈ ത്രികോണത്തിനാണ് നമ്മൾ പരിവൃത്തം വരച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കണം. അതായത് ഈ ത്രികോണത്തിന്റെ പരിവൃത്തമാണത്. ആ പരിവൃത്തം വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാം അറിയാലോ. ഈ വശത്തിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഈ വശത്തിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ബൈസെക്ടർ കൂട്ടിയ ബിന്ദുവിൽ കോമ്പസ് എടുത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് പരിവൃത്തം കിട്ടുക. പരിവൃത്തം വരയ്ക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിന് ഒരു പരിവൃത്തം വരയ്ക്കണം. പരിവൃത്തം വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വശത്തിന് ലംബ സമവാചി വരയ്ക്കണം, ഈ വശത്തിന് ലംബ സമവാചി വരയ്ക്കണം. അങ്ങനെ ലംബ സമവാചികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ വെച്ച് ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തം ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇവിടുന്ന് ഇവിടം വരെയുള്ളത് 8 നമ്മളുടെ നീളമാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് കോമ്പസിൽ എടുക്കുക. അത് ഇവിടെ നോക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ളത് കോമ്പസിൽ എടുത്ത് ഇവിടെ നോക്കുക. ഇതാണ് അതിന്റെ വീതി. ഇത് നീളമാണ്, ഇത് വീതിയാണ്. ഇത് നമുക്കറിയാലോ. ഇത് താത്തി വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്രയുണ്ട്? 6. ഒരു 2 കൂടി ഇങ്ങോട്ട് എടുക്കുക. ഇപ്പൊ എത്രയായി? 8. ഇനി ഈ ബിന്ദുവിൽ കൂട്ടി ഇങ്ങോട്ട് വരച്ചാലും ഉത്തരമാണ്. ചില കുട്ടികൾ ഇങ്ങനെ വരയ്ക്കാൻ ശീലിക്കാറുണ്ട്, ചില കുട്ടികൾ ഇങ്ങനെ വരയ്ക്കാൻ ശീലിക്കാറുണ്ട്. രണ്ടും നമുക്ക് കിട്ടുന്ന ഒരേ ഉത്തരമായിരിക്കും. അല്പം ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തേനേക്കാൾ. ഈ 3 ചോദ്യങ്ങളിൽ 2 എണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പായി വരും. നല്ലോണം ചെയ്ത് നോക്കിയിട്ട് മാത്രം ക്ലാസ്സിൽ പോകും. എക്സാമിന് പോകണം. ബാക്കി ചില വീഡിയോസ് നാളെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കിട്ടും.